നമസ്കാരം, ഞാൻ ബെനു വർഗീസ്. വീട് വിചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കോൺക്രീറ്റിന് അല്ലെങ്കിൽ വീട് പണിക്ക് ഏത് ടൈപ്പ് ഓഫ് സിമെൻറ്റ് ചൂസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി. അതിനകത്ത് ഒത്തിരി അധികം പേര് കമൻ്റായിട്ട് ചോദിച്ച ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ വീഡിയോയുടെ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, കോസ്റ്റൽ ഏരിയാസിൽ തീരപ്രദേശങ്ങളിൽ ഉള്ള വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നമ്മുടെ വീട് പണിയിൽ നമുക്കിപ്പോൾ ബ്രിക്ക് വർക്ക് ആയിക്കോട്ടെ, സിമെൻറ്റ് കോൺക്രീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ വർക്ക് ആയിക്കോട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് PPC ഗ്രേഡ്, അതായത് പോർട്ട്ലാൻഡ് പൊസലാനോ സിമെൻറ്റ് ആയിരിക്കണം എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ കൂടി പറയുകയുണ്ടായി. അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസിനായിട്ട്, അതായത് എന്തെങ്കിലും പെട്ടെന്ന് ഹാർഡൻ ആകേണ്ട കോൺക്രീറ്റ് സെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും OPC ഗ്രേഡ് സിമെൻറ്റ് യൂസ് ചെയ്യണമെന്നും ഞാൻ നേരത്തെ വീഡിയോ കൂടി പറയുകയുണ്ടായി. നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ട സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റാണ്. അതായത് PSC, പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റാണ് നമ്മൾ നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ ഉപയോഗിക്കുന്നത്. ഈ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റൽ ഏരിയാസിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കാം, നമ്മുടെ കോൺക്രീറ്റ് നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ചാൻസസ് നമ്മുടെ സ്റ്റീൽ, അതായത് അയൺ കണ്ടൻറ്റ്, അതായത് കമ്പി തുരുമ്പിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റാണ് നമ്മൾ ഈ കോസ്റ്റൽ ഏരിയാസിലുള്ള വീടുകൾ പണിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണം, അതായത് സൾഫേറ്റ്സിൻ്റെ അറ്റാക്ക് ഈ കോസ്റ്റൽ ഏരിയാസിലുണ്ടാവും. അത് നമ്മൾ തീർച്ചയായിട്ടും ചെറുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അതായത് കോൺക്രീറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് സൾഫേറ്റ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ക്ലോറൈഡ്സിൻ്റെ എഫക്റ്റ് ഒത്തിരി അധികം തന്നെ ഈ കോസ്റ്റൽ ഏരിയാസിലുണ്ടാവും. അത് നമ്മുടെ കമ്പികളെ തുരുമ്പിക്കാനുള്ള ചാൻസസ് ഉണ്ടാക്കും. അതും നമ്മുടെ സിമെൻറ്റ് എതിർക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല പെർമിയബിലിറ്റി ഉള്ള സിമെൻ്റ് ആയിരിക്കണം നമ്മൾ കോസ്റ്റൽ ഏരിയാസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി അധികം സുഷിരങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന സിമെൻറ്റ് വേണം നമുക്ക്, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന കോൺക്രീറ്റ് വേണം നമുക്ക് ലഭിക്കാൻ. അതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിമെൻറ്റ് വേണം നമുക്ക് വരാൻ. അതോടൊപ്പം തന്നെ നമുക്ക് വേറെ അതർ റിയാക്ഷൻസ് ഒന്നും തന്നെ, അതായത് ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് ആ സിമെൻറ്റിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് കോസ്റ്റൽ ഏരിയാസിൽ ഒത്തിരി അധികം ഇങ്ങനത്തെ ക്ലോറൈഡ്സ്, സൾഫൈഡ്സ് അല്ലെങ്കിൽ അതർ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഒഴിവാക്കുന്ന സിമെൻറ്റ് വേണം നമ്മൾ നമ്മുടെ കോൺക്രീറ്റിന് അല്ലെങ്കിൽ വീട് പണിക്ക് നമുക്ക് ഉപയോഗിക്കാൻ. അതിനുവേണ്ടി ഏറ്റവും നല്ലത് കോസ്റ്റൽ ഏരിയാസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമെൻറ്റ് എന്ന് പറയുന്നത് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റാണ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, നമ്മുടെ വീട് പണിക്കെല്ലാം തന്നെ കൂടുതലായിട്ട് PPC ഗ്രേഡ് സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും PPC ഗ്രേഡിനും ഏറെക്കുറെ നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സിമെൻറ്റാണ്. കാരണം ഏറെക്കുറെ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ ഫുൾഫിൽ ചെയ്യുന്ന സിമെൻറ്റാണ് PPC ഗ്രേഡും. പക്ഷേ അതിനകത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കുള്ളൂ, അതായത് ഒരു ടെക്നിക്കലായിട്ടൊരു കാര്യം ശ്രദ്ധിച്ചാൽ, നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് RCC അല്ലേ, അതായത് കമ്പി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ യൂഷ്വലി നമ്മൾ ഒരു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കവർ കൊടുക്കുന്നത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അതായത് 5 സെൻറ്റിമീറ്റർ അകത്തോട്ട് തള്ളിയാണ് നമ്മൾ കമ്പി വെക്കുന്നതെന്ന് വിചാരിക്കുമോ. പക്ഷേ കോസ്റ്റൽ ഏരിയാസിൽ ചെയ്യുമ്പോൾ നമ്മൾ 5-ന് പകരം ഒരു 8 സെൻറ്റിമീറ്ററെങ്കിലും നമ്മൾ മിനിമം അകത്തോട്ട് തള്ളി അയൺ ബാസ് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റിൽ നിന്ന് വരുന്ന നമ്മുടെ ഈ എന്താ പറയുക സോൾട്ടഡായിട്ടുള്ള വെള്ളത്തിൻ്റെ എഫക്റ്റ് നമുക്ക് അകത്തോട്ട് കയറാതെ നമുക്ക് ഏറെക്കുറെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ തന്നെ കോസ്റ്റൽ ഏരിയാസിലുള്ള വീടുകളിലേക്ക് നമ്മൾ PPC സിമെൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ അതിൻ്റെ കവർ കൊടുക്കുമ്പോൾ കുറച്ചേറെ കൂട്ടിക്കൊടുക്കണം. അതായത് നേരത്തെ 5 സെൻറ്റിമീറ്റർ ആയിരുന്നു നമ്മൾ കവർ കൊടുക്കുന്നതെങ്കിൽ അതൊരു 8 സെൻറ്റിമീറ്ററെങ്കിലും നമ്മൾ അകത്തോട്ട് തള്ളി നമ്മുടെ കമ്പി വെക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് കോസ്റ്റൽ ഏരിയാസിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റാണ്. ഒത്തിരി അധികം കമ്പനികളുടെ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റുകൾ അവൈലബിൾ ആണ്. നമ്മൾ പോർട്ട്ലാൻഡ് പൊസലാനോ സിമെൻറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ PPC ഗ്രേഡ് സിമെൻറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറിയ ഒരു പ്രൈസ് വേരിയേഷൻ, അതായത് ഇച്ചിരി പ്രൈസ് കൂടുതലായിരിക്കും പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റുകൾക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ OPC ഗ്രേഡ് സിമെൻറ്റുകൾ ഒരിക്കലും നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ ഉപയോഗിക്കാതിരിക്കുക. OPC ഗ്രേഡ് സിമെൻറ്റുകൾക്ക് ഈ ക്ലോറൈഡ് അറ്റാക്കോ അല്ലെങ്കിൽ ഈ സൾഫേറ്റ് അറ്റാക്കോ ഒന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെറുക്കാനുള്ള
പ്രോപ്പർട്ടീസ് ഇല്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റൽ ഏരിയാസിൽ നമ്മൾ OPC ഗ്രേഡ് സിമെൻറ്റുകൾ തീരെ ഉപയോഗിക്കാറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രോപ്പറായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് PSC, അതായത് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻ്റാണ്. അല്ല എങ്കിൽ നമ്മളുടെ യൂഷ്വലി ഉള്ള പോർട്ട്ലാൻഡ് പൊസലാനോ സിമെൻറ്റ് തന്നെ യൂസ് ചെയ്യുക. പക്ഷേ ഇച്ചിരി കവറൊക്കെ കൂട്ടി കൊടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ OPC ഗ്രേഡ് സിമെൻറ്റുകൾ നമ്മൾ കോസ്റ്റൽ ഏരിയാസിൽ ഉപയോഗിക്കാതിരിക്കുക. ഇതോടൊപ്പം തന്നെ എനിക്ക് ഒത്തിരിയധികം സിമെൻറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരിയധികം കമൻറ്റ്സ് വരികയുണ്ടായി. നമ്മുടെ വീടിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് PPC ആണല്ലോ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ OPC എവിടെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്? കൂടുതലായിട്ടും നമുക്ക് എന്തെങ്കിലും ക്യാൻഡിലിവറായിട്ടുള്ള ബീമുകൾ, അല്ലെങ്കിൽ ഒത്തിരിയധികം അങ്ങനത്തെ കോളങ്ങൾ, വർക്കുകൾ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്പെഷ്യൽ ഗ്രേഡ് ആയിട്ടുള്ള OPC ഗ്രേഡ് സിമെൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ വളരെ ലീനിയറായിട്ടുള്ള കട്ടി കുറഞ്ഞ ഷെയ്ഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടേണ്ടത് കൊണ്ട് നമുക്ക് OPC ഗ്രേഡ് സിമെൻറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻഡിലിവറായിട്ടുള്ളത് പെട്ടെന്ന് ഹാർഡായിട്ട് സെറ്റ് ചെയ്ത് കിട്ടേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ OPC ഗ്രേഡ് സിമെൻറ്റുകൾ ഉപയോഗിക്കുക. അല്ലാതുള്ള ബ്രിക്ക് വർക്ക്, കോൺക്രീറ്റ് വർക്ക്, നോർമൽ ഫ്ലോറിംഗ് വർക്കുകൾക്കൊക്കെ തന്നെ നമ്മൾ കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് PPC ഗ്രേഡ് സിമെൻറ്റാണ്, പോർട്ട്ലാൻഡ് പൊസലാനോ സിമെൻറ്റ്. അതോടൊപ്പം നമുക്ക് കോസ്റ്റൽ ഏരിയാസിൽ നമുക്ക് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് യൂസ് ചെയ്യുക. അതാകുമ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ കോൺക്രീറ്റിൽ നമുക്ക് ഒരു സൾഫേറ്റ് അറ്റാക്കോ അല്ലെങ്കിൽ ക്ലോറൈഡ് അറ്റാക്കോ ഒന്നും ഉണ്ടാകാതെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് നമുക്ക് ലഭിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീട് സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്. വീട് വിചാരം. താങ്ക് യു.